ജിസ്മോൻ, ഈ ഇത്തവണത്തെ ബജറ്റ്, പ്രത്യേകിച്ചും മൂന്നാം നരേന്ദ്ര മോദി സർക്കാരിൻ്റെ ബജറ്റ്, നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റ്, ഇതിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായ പരിഗണന ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസ വായ്പ, അതേപോലെ തന്നെ ഇവർക്ക് ഈ നൈപുണ്യ വികസനത്തിനുള്ള അവർക്കുള്ള അതിനുള്ളൊരു സപ്പോർട്ട്, അതുമാത്രമല്ല ഈ EPF സംവിധാനം, ജോലിയിൽ പ്രവേശിച്ചാൽ ഉടനെ തന്നെ EPF അവർക്ക് ഉറപ്പ് നൽകുന്നു. അവർക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയാൽ അവിടുത്തെ ആദ്യ ശമ്പളം തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്യുകയാണ്. അത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ യുവാക്കളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ യുവാക്കൾക്ക് കൂടുതൽ നൈപുണ്യ വികസനം സാധ്യമാക്കുന്നതിനും ഒക്കെ ഇടവരുമെന്ന് കരുതുന്നില്ലേ ജിസ്മോൻ? എന്തായാലും ജനൻ TV ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ യുവജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ച ചെയ്തതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്കെല്ലാം പറയാനുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നു പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രഥമ ദൃഷ്ടിയാൽ ഒറ്റ നോട്ടത്തിൽ ഈ ബഡ്ജറ്റിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്, ഒന്ന് കോർപ്പറേറ്റ് വിധേയപ്പെട്ട ഒരു ബഡ്ജറ്റ്, കടുത്ത യുവജന വഞ്ചനയുള്ള ഒരു ബഡ്ജറ്റ്, അതുപോലെ തന്നെ കേരള വിരുദ്ധമായ ഒരു ബഡ്ജറ്റ്. ഇതാണ് ഇതിനെ നമുക്ക് ഒറ്റ വാക്കിൽ വിലയിരുത്താൻ കഴിയുന്ന ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യുവജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാം BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായത്, അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത്, BJPക്കെതിരായി ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ്. കാരണം കടുത്ത യുവജന വഞ്ചനയാണ് കഴിഞ്ഞ 2 ടേമായി അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി BJP സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന്, 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവന്നെത്തിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഗവൺമെന്റ് ആയിരുന്നു. കാരണം അത് ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ എത്രത്തോളം നികത്താനുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ ഏകദേശം 12 ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്താൻ കിടക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ഈ രൂക്ഷമായ തൊഴിലില്ലായ്മ മൂലം വലിയ പ്രക്ഷോഭമാണ് നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നത്. അപ്പൊ ആ തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ, സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾ, ഞാനിപ്പോ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ അല്ലെങ്കിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇന്നേ വരെയും സൈന്യത്തിൽ കരാർവൽക്കരണം നടപ്പിലാക്കിയിട്ടില്ല. അത് രാജ്യത്ത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ചർച്ചകളും ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം രാജ്യത്തെ ചെറുപ്പക്കാരിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. യുവാക്കളുടെ വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ BJPക്ക് ഗണ്യമായ സീറ്റ് കുറയുന്നതിന് പോലും ഒരു കാരണമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് അറിയാം, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ അറിയാം, യുവജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. യുവജനങ്ങൾ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കണക്കുകൾ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തൊഴിലില്ലായ്മ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ ഉണ്ടാകും. ആ കണക്കുകൾ പോലും അവരെ ബോധ്യപ്പെടുത്തുന്നത് യുവജനങ്ങൾ, ഇന്ത്യയിലെ 60% വരുന്ന 40 വയസ്സിൽ താഴെയുള്ള യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകൾക്കൊപ്പം നിൽക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന ബോധ്യം കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും എല്ലാം ഉള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള, നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എത്ര കോടി പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമാക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. റെയിൽവേയിലാണെങ്കിലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്തത്? എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സ്വകാര്യവൽക്കരിച്ചത്? അതുപോലെ തന്നെ UPSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന നിയമനങ്ങളെ കുറിച്ചെല്ലാം പറയുകയുണ്ടായി. ഇപ്പൊ കേരളത്തിലെ PSC നിയമനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ തുറന്ന സംവാദത്തിന് തയ്യാറാണ്. കേരളത്തിലെ PSC നിയമനങ്ങൾ 2,80,000 PSC നിയമനങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടത്തി എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പോലും കൃത്യമായ ഒരു കണക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കേരളത്തിന്റെ 8 ഇരട്ടി വലുപ്പമുള്ള സംസ്ഥാനങ്ങളിൽ പോലും PSC നിയമനങ്ങൾ നടത്തിയതിന്റെ കണക്കുകൾ
നമ്മൾ വസ്തുതാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിലെ PSC നിയമനങ്ങൾ സുതാര്യമായി സർവകാല റെക്കോർഡോടുകൂടി PSC നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സമ്പൂർണ്ണമായി സുതാര്യമെന്ന് പറയാൻ കഴിയുമോ ജിസ്മോൻ? സമ്പൂർണ്ണമായി അത് സുതാര്യമാണെന്ന് പറയാൻ കഴിയുമോ? എത്രയോ പരാതികൾ വന്നിരിക്കുന്നു. ജയിലിൽ കഴിയുന്നവർ വരെ പരീക്ഷ എഴുതി SI റാങ്ക് പട്ടികയിൽ വന്ന സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. PSCക്കെതിരെ എത്രയോ ആക്ഷേപങ്ങൾ, അടുത്ത കാലത്ത് പോലും എത്രയോ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നു. കോളേജുകളിലെ അധ്യാപക നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ പരാതികൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ പരാതി രഹിതമാണ് എന്ന് പറയാൻ കഴിയില്ല. പരാതികളുണ്ട്, എല്ലാ ഘട്ടത്തിലും പരാതികളുണ്ട്. പക്ഷേ പരാതി രഹിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്.